കൊച്ചിയിലെ മലയാറ്റൂരിൽ നിന്ന് പുറത്തുവന്ന ഈ വാർത്ത കേട്ടവരുടെയെല്ലാം നെഞ്ചു കലക്കി. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ചിത്രപ്രിയ എന്ന ഒരു പെൺകുട്ടിയുടെ ദാരുണ കഥ, അതിക്രൂര മരണം. ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രപ്രിയ ശനിയാഴ്ചയായിരുന്നു നാട്ടിലേക്ക് എത്തിയത്. ഇതിന്റെ കാരണം ഒരു ഉത്സവത്തിന് പങ്കെടുക്കണം എന്ന ആഗ്രഹത്തോടെ. പക്ഷേ പിന്നീട് ചിത്രപ്രിയയെ കാണാതായി. നാട് മുഴുക്കെ തിരഞ്ഞിട്ടും ചിത്രപ്രിയയെ കണ്ടെത്താനായില്ല. പിന്നീട് ചിത്രപ്രിയയുടെ സുഹൃത്തായ അലനിനെ പോലീസ് ചോദ്യം ചെയ്തു വിട്ടയച്ചു. പോയും ചിത്രപ്രിയ എവിടെയെന്ന് ആർക്കും മനസ്സിലായില്ല. അതിനിടെയാണ് ആ നടക്കുന്ന വാർത്ത പുറത്തു വന്നത്. മലയാറ്റൂരിലെ നക്ഷത്ര തടാകത്തിന് അരികിൽ ആളൊഴിഞ്ഞ പറമ്പിൽ ചിത്രപ്രിയയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. മരണകാരണം തലക്കേറ്റ ഗുരുതര പരിക്കാണെന്ന പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും കുട്ടിയുടെ തലയിൽ അടിയേറ്റതിന്റെ 1-ൽ കൂടുതൽ പാടുകളുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിവലിയുടെ പാടുകളും ഉണ്ടായിരുന്നു. പിന്നീടാണ് ആ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ജനങ്ങൾ അറിഞ്ഞത്. ചിത്രപ്രിയ ജീവന് തുല്യം സ്നേഹിച്ച തന്റെ കാമുകൻ തന്നെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തതും. ചിത്രപ്രിയയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ആൺ സുഹൃത്തായ അലനെ കാലടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. വീണ്ടും ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് താൻ സ്നേഹിക്കുന്ന ചിത്രപ്രിയ മറ്റൊരാളെ പ്രണയിക്കുന്നു എന്ന സംശയമാണ് ഈ നീചകൃത്യത്തിലേക്ക് ഇയാളെ എത്തിച്ചതെന്ന്. മദ്യലഹരിയിലായിരുന്ന അലൻ കല്ലുകൊണ്ട് പലതവണ ക്രൂരമായി ഈ പെൺകുട്ടിയുടെ തലയുടെ പിൻഭാഗത്ത് ആഞ്ഞടിച്ച് അവളെ കൊല്ലുകയായിരുന്നു. ബാംഗ്ലൂരിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയായിരുന്ന മലയാറ്റൂർ താമസിക്കുന്ന 19 വയസ്സ് മാത്രം പ്രായമുള്ള ചിത്രപ്രിയയെ ശനിയാഴ്ച വൈകിട്ട് മുതലാണ് കാണാതായത്. കടയിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയ പെൺകുട്ടി മടങ്ങി വരാത്തതോടെ തിരച്ചിൽ തുടങ്ങിയ വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകി. അങ്ങനെയാണ് പോലീസ് ചിത്രപ്രിയയുടെ ആൺ സുഹൃത്തായ അലനെ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ ആദ്യ ചോദ്യം ചെയ്യലിൽ യാതൊരു നൽകാത്ത അലനെ പോലീസ് വിട്ടയച്ചു. പിന്നീടാണ് ചിത്രപ്രിയയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തുന്നത്. ഇതിനുശേഷം ചിത്രപ്രിയയും ആൺ സുഹൃത്ത് അലനും ഒരുമിച്ച് മലയാറ്റൂർ ജംഗ്ഷൻ വഴി ബൈക്കിൽ പോകുന്ന CCTV ദൃശ്യം കൂടി പിന്നാലെ ലഭിച്ചതോടെയാണ് അലനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഇയാൾ ഈ കൃത്യം ചെയ്യുവാനുള്ള പ്രധാന കാരണം ചിത്രപ്രിയക്ക് മറ്റൊരു ആൺ സുഹൃത്തു ഉണ്ടെന്ന സംശയത്തിൽ. അതുകൊണ്ടാണത്രേ ഇയാൾ അതിക്രൂരമായി ഈ 19 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത്. നോക്കൂ ജീവിതം എങ്ങനെ മാറി മറിയുന്നു. പരസ്പരം ഇഷ്ടപ്പെട്ടവരുടെ ഇടയിലേക്ക് കൊന്നു കളയാൻ മാത്രമുള്ള പക വന്നു കയറിയത് നോക്കൂ. ഈ കൃത്യം ചെയ്യുമ്പോൾ അലൻ മദ്യപിച്ചിരുന്നു. ഇത് ഒരു അമ്മയ്ക്കും അച്ഛനും പകരം വെക്കാൻ കഴിയാത്ത നഷ്ടം, ഒരു കുടുംബത്തിനും ജീവിതകാലം മുഴുവൻ തീരാത്ത ദുഃഖം. ചിത്രപ്രിയയുടെ വേദന, അവളുടെ അവസാന നിമിഷങ്ങൾ, ഇത് ഒരു കുടുംബത്തിൻ്റെയോ ഒരാളുടെയോ നഷ്ടമല്ല. ഇത് സമൂഹത്തിൻ്റെ നേരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ നിശബ്ദരായാൽ ഇങ്ങനെ മറ്റൊരു ചിത്രപ്രിയ, മറ്റൊരു കുടുംബം, മറ്റൊരു ജീവിതം പോവേണ്ടി വരും. പ്രണയം ആദ്യം സ്നേഹമായി പിന്നീട് ഒരു രോഗമായി മാറുന്നത് നോക്കൂ. സംശയരോഗം. സംശയം ഒരു കാരണമല്ല, അത് ഒരു നാശത്തിൻ്റെ തുടക്കമാണ്. ഇന്ന് നമുക്ക് ഒരേ ഒരു പാഠം മതിയാകും. ബന്ധങ്ങൾ മനസ്സിലാക്കലിൽ നിന്നാണ് പിറക്കേണ്ടത്, നിയന്ത്രണത്തിൽ നിന്നല്ല. സ്നേഹം വിടുതലാണ്, അടിമത്തമല്ല. ചിത്രപ്രിയയെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ ഇനിയും നിരവധി യുവജീവിതങ്ങളെ രക്ഷിക്കാനാവും. അത് നമ്മൾ തുടങ്ങുന്ന സംഭാഷണങ്ങളിൽ നിന്നാണ്. ഒരിക്കലും ഇത്തരം ബന്ധങ്ങളിലേക്ക് നമ്മുടെ മക്കളെ അഴിച്ചു വിട്ടു കൊടുക്കരുത്. അത് തീർച്ചയായും തടയപ്പെടേണ്ടത് തന്നെ. ഇനിയൊരു ചിത്രപ്രിയ ഇവിടെ ജനിക്കാതിരിക്കട്ടെ.